ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എ ബി ഡിസൈറിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ കാണിച്ച സീൻ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ഹുവായോങ്ങും ഷുവായും പിന്നെ അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആയിട്ട് ഓഫീസിൻ്റെ അകത്തേക്ക് കയറി പോകാനായിട്ട് നിൽക്കുന്ന ടൈമിൽ ഹുവായോങ്ങ് നിങ്ങളുടെ അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഷുവായു അപ്പോൾ എന്തേ, നീയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരുന്നിൻ്റെ കാര്യവും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ പോകാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുവായു അപ്പോൾ അതല്ല, ഈ മാസത്തേക്കുള്ള മരുന്നാണെങ്കിൽ ഞാൻ ഒരാളെ വിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തയക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫ്രീ ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളുടെ അച്ഛനെ ഒന്ന് പോയി കാണാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടേനെ നമുക്കതിനെ പറ്റി പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഷുവായു ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹുവായു അങ്ങ് പുറകെ പോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഷുവായുവിൻ്റെ ബ്രദറിനെയാണ്. അവനിപ്പോൾ എന്തൊക്കെയോ പണി ഒപ്പിച്ചിട്ട് കുറേ പൈസയുടെ കണക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ എന്ത് ചെയ്യും എവിടെ നിന്ന് പൈസ ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഷുവായു ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ തനിക്ക് ഇത്തിരി സമാധാനം കിട്ടുമായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അടുത്ത് ഹുവായു അങ്ങനെ കാണിക്കുവാണെങ്കിൽ ഷുവായു ഒരു മീറ്റിങ്ങിന് പോയിക്കാണ്. അതുകൊണ്ട് തന്നെ ഹുവായു ഷുവായുവിൻ്റെ റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിന് ഷുവായുവിൻ്റെ അസിസ്റ്റൻറ്റ് അവനെ കോൾ ചെയ്യുകയാണ്. ഷുവായുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ അവരെ പറ്റി അന്വേഷിക്കാനും ആരാണ് പറഞ്ഞു വിട്ടതെന്ന് കണ്ടുപിടിക്കാനൊക്കെ അവൻ്റെ അസിസ്റ്റൻറ്റിനോട് ഹുവായോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഇപ്പോൾ കണ്ടുപിടിച്ചു. ഷുവായുവിൻ്റെ ഫാമിലിയുള്ള ഒരാൾ തന്നെയാണ് ഇവർക്ക് ഇതുവരെ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് അവരെല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളാനായിട്ട് ഹുവായോങ് അവൻ്റെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷുവായു ആണെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴത്തേക്കും അവൻ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുവായു അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് തനിക്കിടയ്ക്ക് ഒരു ഐസ്ഡ് അമേരിക്കാനോ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ അങ്ങോട്ടേ ഹുവായോങ് വന്നിട്ട് വേറെ ഒന്നാണ് കുടിക്കാൻ കൊടുക്കുന്നത്. ഹുവായോങ്ങ് വന്നെന്ന് അവൻ ആദ്യം മനസ്സിലാവുന്നില്ല. നോക്കുമ്പോഴാണ് ഹുവായോങ്ങെന്ന് മനസ്സിലാവുന്നത്. ഹുവായോങ് അടുത്തേക്ക് ഇരിക്കുമ്പോൾ ഇവൻ നീങ്ങിപ്പോകുന്നുണ്ട്. ഷുവായു ടയേർഡാണെന്ന് ഹുവായോങ്ങിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹുവായോങ് പറയുന്നുണ്ട്, പോയി റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്. രാത്രി മൊത്തം ചില ദിവസം എണീറ്റിരുന്ന് വർക്ക് ചെയ്യുന്നതല്ലേ. പിന്നെ ഞാൻ നിങ്ങൾ പെർമനൻ്റ്ലി മാർക്ക് ചെയ്തെങ്കിലും ആ ഒരു പുക ശ്വസിച്ചിട്ട് നിങ്ങൾക്കുണ്ടായ ആ ഒരു പോയിസൻ്റെ എഫക്റ്റ് അത് മൊത്തത്തിൽ മാറിക്കാണത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം അവർ തട്ടിക്കൊണ്ട് പോയവർ എന്തോ ഒരു ഗ്യാസ് പോലത്തെ സംഭവം ഇറങ്ങിയിട്ട് അവൻ്റെ ബോധം കെടുത്തി കൊണ്ടുപോയതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് അവ ഇപ്പോൾ പറയുന്നത്. അത് കേൾക്കുന്നത് ഷുവായി ആണെങ്കിൽ നീ കുറേ പറയുന്നുണ്ടല്ലോ എന്നെ പെർമനൻ്റ്ലി മാർക്ക് ചെയ്തു നീ എന്ത് ചെയ്തു എന്നാ. ഞാനൊരു എസ് ക്ലാസ് ആൽഫയാണ്, നീ ഒരു എസ് ക്ലാസ് ആൽഫയാണ്. അപ്പോൾ പിന്നെ നിനക്കെങ്ങനെ എന്നെ മാർക്ക് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ച് പിന്നെ എനിക്ക് ആൽഫാസിനെ തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈം ഹുവായാണെങ്കിൽ ശരി പക്ഷേ ഇച്ചിരി ഒന്ന് ആലോചിക്കും, ഒന്ന് നന്നായിട്ട് പോയിരുന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും തന്നെ ഷുവായി കേൾക്കാൻ നിൽക്കുന്നില്ല. അവൻ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുന്നതും ഹുവായങ്ങ് അവനെ തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ടൈമിൽ ഷുവായി നിനക്ക് സത്യത്തിൽ എന്താ വേണ്ടത്? നിനക്കാണെങ്കിൽ എന്നെ പറ്റിച്ച് മതിയായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഹുവായോങ്ങാണെങ്കിൽ ഞാൻ കള്ളം പറയണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തേന്നുമല്ല, നിങ്ങളോട് നിൽക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഹുവായുവിനെ കിസ് ചെയ്യുന്നുണ്ട്. ഷുവായു അപ്പോൾ ഹുവായോങ്ങിനെ തള്ളി മാറ്റിയിട്ട് അങ്ങ് പോവുകയാണ്. എന്നാൽ ഹുവായോങ്ങ് വിടുന്നില്ല, അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ആ ടൈമിൽ ഷുവായു ആണെങ്കിൽ നീ എൻ്റെ അടുത്ത് കള്ളത്തരം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഞാനിപ്പോൾ സത്യം പറയാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയോ, ഇല്ലെങ്കിൽ നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ സത്യം പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുവായു ചോദിക്കുന്നുണ്ട്, ഓക്കെ നീയാണെങ്കിൽ എന്നെ ഫസ്റ്റ് മീറ്റ് ചെയ്തില്ലേ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അന്ന് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു, അത് നീയായിട്ട് ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അത് കോയിൻസിഡൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പിന്നെ നിനക്കൊരു ചേച്ചിയില്ലേ ഹോസ്പിറ്റലിൽ, അത് സത്യമാണോ നിൻ്റെ ചേച്ചിയാണോ ചോദിക്കുമ്പോൾ അല്ല അത് എൻ്റെ ചേച്ചിയല്ല, അത് ഗാവോടെ ചേച്ചിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഹുവായു അപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു ചേച്ചി പോലും ഇല്ല, അപ്പം നീ പറഞ്ഞത് എന്തുമാത്രം കള്ളത്തരാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹുവായോങ്ങാണെങ്കിൽ അവൻ്റെ ബയോഡേറ്റ മൊത്തം ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് എനിക്ക് ഹോബീസ് ഒന്നുമില്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആട്ടേനെ ഷുവായു അല്ല എന്ത് കണ്ടിട്ടാണ് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിങ്ങളെന്തോ ബാക്കിയുള്ളവരെക്കാളും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട്. ആട്ടേനെ ഷുവായു അല്ല നീ എപ്പോഴും എന്നെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് കൺട്രി പിയിൽ വെച്ചാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് അതിന് ഞാൻ മീറ്റിങ്ങിന് അവിടെ നിന്ന് പോയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഒരു മീറ്റിങ്ങിന് മുമ്പ് നിങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോഴാണ് മീറ്റ് ചെയ്തതെന്ന് പറയാണ്. ആ ടൈമിന് ഷുവായു 15 വർഷം മുമ്പ് അപ്പോഴാണോ നീ എന്നെ ഫസ്റ്റ് ടൈം കണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹുവായോങ് അപ്പോൾ അതേന്ന് പറയുമ്പോൾ അപ്പോൾ സ്കൂൾ ടൈം തൊട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഹുവായോങ്ങും ഷുവായും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. ഹുവായോങ്ങിൻ്റെ സ്ഥലം മറ്റൊരിടമാണ്, പക്ഷേ ഷുവായിനെ കാണാനായിട്ട് അവനിപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വന്നേക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവനൊരു കഫേയിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ അസിസ്റ്റൻറ്റ് കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ തിരിച്ച് വീട്ടിലെത്തണം, നിങ്ങളിങ്ങനെ പോയ കാര്യം നിങ്ങളുടെ അച്ഛൻ അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് വിടാനുള്ള അവസരം നിങ്ങൾക്ക് ഒരിക്കലും തരത്തില്ല എന്ന്. അവനപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിനാണ് ഷുവായു ആ ഒരു കഫേക്കകത്തേക്ക് കയറി വരുന്നത്. ഷുവായിൻ്റെ ബ്രദർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഷുവായിൻ്റെ ബ്രദർ വിളിച്ചിട്ടാണ് ഷുവായു അങ്ങോട്ടേക്ക് വന്നത്. ഷുവായു വന്നോണ്ടേ തന്നെ അവൻ്റെ ബ്രദർ പറയുന്നുണ്ട്, കുറച്ച് പൈസ പ്ലീസ്, ഞാൻ ഇനി ഒരിക്കലും ചോദിക്കത്തില്ല എന്നൊക്കെ. ഷുവായു അപ്പോൾ ദേഷ്യപ്പെടാണ്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഗാംബ്ലിംഗ് ഒന്നും ചെയ്യാൻ പോരുത്, പൈസ വെച്ച് കളിക്കരുതെന്ന്, ഞാൻ നിന്നെ ഇനി ഹെൽപ്പ് ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് പ്ലീസ് ഈ ലാസ്റ്റ് ടൈമാണ്, ഇനി ഞാൻ ചോദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായു കഴിഞ്ഞ തവണ നീ ഇത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇവർ ഈ തർക്കമെല്ലാം തന്നെ അവിടെ സൈഡിലിരുന്ന് ഹുവായു അങ്ങ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ടൈമിന് ഷുവായു ആണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഒരു കോഫി വെയിറ്റർ കൊണ്ട് കൊടുത്തായിരുന്നു. ഹുവായോങ് അപ്പോൾ ആ ഒരു കുട്ടീനെ അടുത്തേക്ക് വിളിച്ചിട്ട്
ശിവായു എന്താണ് ഓർഡർ ചെയ്തത് എന്ന് ചോദിച്ചിട്ട് തനിക്കും അത് മതിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതേ ടൈമിന് ശിവായും ബ്രദറും തമ്മിൽ വീണ്ടും അതിൻ്റെ പേരും പറഞ്ഞ് തർക്കം നടക്കുന്നേ ഉള്ളൂ. എന്തായാലും അവസാനം ശിവായു ഓക്കെ ഞാൻ നിനക്ക് അവസാനമായിട്ട് പൈസ തരാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് രണ്ടുപേരും കഫയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആട്ടിന് ഹുവായും വിചാരിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെയുള്ളൊരു ചെക്കനൊക്കെ നീ ഇങ്ങനെ മനസ്സലിങ്ങി പൈസയൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ. അതിനുശേഷം ഹുവായു അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് സ്ട്രീറ്റിൻ്റെ സൈഡിലുള്ള ഒരു പൂച്ചക്കുട്ടീനെ ശിവായു ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. പിന്നീട് ഹുവായോങ് അവൻ്റെ വീട്ടിലേക്ക് വരാണ്. ഹുവായോങ്ങിൻ്റെ റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് ശിവായുവിൻ്റെ ഫോട്ടോസാണ്. അവൻ കുറേ ശിവായുവിൻ്റെ പടങ്ങൾ വരയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഹുവായോങ് അവൻ്റെ റൂമിൽ ഇരിക്കുന്ന ടൈമിന് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ ബ്രദർ വന്നിട്ടുണ്ടെന്ന്. ഇവർ 4 മക്കളെന്താണുള്ളത്, അതിൽ ഹുവായോങ്ങാണ് ഏറ്റവും ഇളയത്. അപ്പം ഫസ്റ്റത്തെ ബ്രദർ ഇങ്ങനെ എന്താണ് വന്നേക്കുന്നത് കാണാനായിട്ട്. ഹുവായോങ് തനിക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ആ നേരം കൊണ്ട് ആ ബ്രദർ റൂമിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. എന്ന അസിസ്റ്റൻറ്റ് ചാങ്ങാണെങ്കിൽ ഇപ്പോൾ ഹുവായോങ്ങിന് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ബ്രദറാണെങ്കിൽ ഇവൻ ഇത്ര അഹങ്കാരം എന്ന് ചോദിക്കുമ്പോൾ ഹുവായോങ് നിങ്ങൾ പൊക്കോ അയാളെങ്കിൽ കയറ്റി വിട്ടേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നുണ്ട്. ബ്രദർ വന്നിട്ട് ഹുവായോങ്ങിൻ്റെ അടുത്ത് 2 ദിവസമായിട്ട് നിന്നെ കാണണമെന്ന് വിചാരിക്കുന്നു, അപ്പോഴെല്ലാം നീ ബിസിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നീ ഇവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, നിനക്ക് വേറെ പണിയില്ലേ? എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് നീ കമ്പനിയുടെ പേരങ്ങ് മൊത്തത്തിൽ മാറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ എക്സ് ഹോൾഡിങ്സ് എന്നുള്ള പേരിലുള്ള ആ കമ്പനിയുടെ പേര് മുമ്പ് ഇതല്ലായിരുന്നു, ഹുവായോങ്ങാണ് അത് മാറ്റിയത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹുവായോങ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം കമ്പനിയുടെ ഷെയർ മൊത്തം അച്ഛൻ എനിക്കാണ് തന്നേക്കുന്നതെന്ന്, അതുകൊണ്ട് എൻ്റെ പേര് മാറ്റാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ചേട്ടനാണെങ്കിൽ നീ ലോയറിനെ എല്ലാവരെയും നിൻ്റെ വശത്ത് വെച്ചിട്ട് നിൻ്റെ അച്ഛനെ കൊണ്ട് മാറ്റിപ്പിച്ചല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നിൻ്റെ ഒരു തെളിവുണ്ടോ എന്ന് ഹുവായോങ് ചോദിക്കുന്നുണ്ട്. ബ്രദർ അപ്പോൾ ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും തെളിവില്ലാതെ എൻ്റെ അടുത്ത് നിന്നിട്ട് ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് ഹുവായോങ് പറയുന്നുണ്ട്. ആ ടൈമിൽ അവിടെ ഒട്ടിച്ചിരുന്ന ശിവായിൻ്റെ ഒരു പിക്ക് എടുത്തിട്ട് നിനക്ക് ഈ പയ്യനാണ് ഇഷ്ടം, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ കീറിക്കളയാനായിട്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് തിരിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. കൊടുക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയാം തിരിച്ചു തരാനായിട്ട് അവൻ വീണ്ടും പറയുന്നുണ്ട്. എന്നാൽ കൊടുക്കുന്നില്ല. ആ ഒരു ഫോട്ടോ കീറിക്കളയുന്നുണ്ട്. ഉടനെ തന്നെ ഹുവായോങ് അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വലത്തേ കൈ വേണോ ഇടത്തേ കൈ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതോ ഒരു കൈ അവൻ മുറിച്ച് കളയുന്നുണ്ട്. അത് കാണിക്കുന്നില്ല, ബ്ലഡ് ഇങ്ങനെ തെറിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് അവർ കീറിക്കളഞ്ഞ ഫോട്ടോ എല്ലാം അവനാണിങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. പിന്നീട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹുവായോങ് ആണെങ്കിൽ ഇപ്പോൾ ശിവായുവിന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഹുവായോങ് ഒരു ആൽഫയല്ല ഒരു എനിക്കുമെന്നുള്ള കാര്യം ശിവായുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ശിവായു ഇങ്ങനെ കുളിച്ചിട്ട് നിൽക്കുന്ന ടൈമിന് ഫസ്റ്റ് ടൈം ഹുവായോങ്ങിനെ മീറ്റ് ചെയ്തതും ഒക്കെ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത ടൈമിന് ഹുവായോങ്ങും ഷെന്നും തമ്മിൽ എന്തോ ഉള്ളതുപോലെ ഒരു നാടകമായിരുന്നു ഹുവായോങ്ങും ഷെന്നും കൂടെ കളിച്ചത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു സംശയം ഇവന് വരുന്നുണ്ട്. ഇവൻ കുളിച്ചിട്ട് റൂമിലേക്ക് വരുന്ന ടൈമിൽ കാണുന്നത് ഹുവായോങ് അവൻ്റെ ബെഡിൽ ഇരിക്കുന്നതാണ്. നീ എന്തിനെ എൻ്റെ ബെഡിൽ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിങ്ങളുടെ റൂമിൽ കിടന്ന് എനിക്ക് ശീലമായിപ്പോയി, അതുകൊണ്ട് എനിക്ക് വേറെ റൂമിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല എന്ന് പറയുന്നുണ്ട് ശിവായു. അപ്പോൾ ഈ ഷെന്നും നീയും തമ്മിൽ എന്താണ് ആക്ച്വലി കണക്ഷൻ വരുന്നത്? പിന്നെ നീയാണെങ്കിൽ എക്സ് ഹോൾഡിങ്സിൽ പോയിട്ട് വന്നപ്പോൾ നിൻ്റെ ദേഹത്ത് കുറേ മുറിവുകളും സപ്പോളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ശരിയാണോ അതോ നീ ഉണ്ടാക്കി തീർത്താണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ ഉണ്ടാക്കി തീർത്തതാ, ആക്ച്വലി അതെനിക്ക് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടൈമായിരുന്നു, അപ്പോൾ അത് കാരണം നിങ്ങളെ ഞാൻ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറിയുന്നതായിരുന്നു. പിന്നെ ഷെന്നും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ ജലസാവേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് ശിവായു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ, ഞാനെന്തും ജലസാവണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശിവായു ചോദിക്കുന്നുണ്ട് ഷെന്ന് നടത്തുന്ന HS കമ്പനി അതിൽ നീ ഒരു പാർട്ട്ണർ അല്ലേ എന്ന്. ആ ടൈമിന് അതെ, ആക്ച്വലി ആ കമ്പനിയിൽ H എന്ന് പറഞ്ഞാൽ ഹുവായോങ് എൻ്റെ പേര്, എസ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് ശിവായു എന്നാണെന്ന് പറയുന്നുണ്ട്. ആട്ടിന് ശിവായു ചിരിച്ചിട്ട് അതാണ് അതിൻ്റെ മീനിങ് എന്ന് എങ്ങാനും ഷെന്നിനെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അറിയാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവന് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് പൈസ കൊടുത്തത് ഞാനാണെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശിവായുവിൻ്റെ അടുത്ത് തൻ്റെയും പിന്നെ ഷെന്നിൻ്റെ ഫാമിലിനെയും പറ്റി പറയുന്നുണ്ട്. ഷെന്നിൻ്റെ അച്ഛൻ മരിച്ച ടൈമിലാണ് താൻ ഫസ്റ്റ് ഷെന്നിനെ മീറ്റ് ചെയ്തത്. അന്ന് ഷെന്നിന് 14 വയസ്സായിരുന്നു. എൻ്റെ അമ്മയും ഷെന്നിൻ്റെ അമ്മയും ഫ്രണ്ട്സ് ആയിരുന്നു പണ്ട് തൊട്ടേ, അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടേ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫാമിലി സ്റ്റോറീസ് എല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശിവായുവിന് ഇപ്പോൾ അവൻ്റെ അടുത്ത് വലിയ ദേഷ്യമൊന്നുമില്ല. ശിവായുവിനും ഇപ്പോൾ ഹുവായോങ്ങിനെ ശരിക്കും ഇഷ്ടം തന്നെയാണ്. എന്നാലും അവൻ ഇടയ്ക്കിടയ്ക്ക് നീ എൻ്റെ അടുത്ത് എന്തായാലും കള്ളം പറഞ്ഞിട്ടല്ലേ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹുവായോങ് പറയുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ കള്ളം പറയത്തില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണം മാറ്റാനും എന്ത് വേണം പഠിക്കാനും തയ്യാറാണ്, ഇനി മുതൽ നിങ്ങളുടെ സെക്രട്ടറി ആയിട്ട് നിങ്ങളുടെ ഓഫീസിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതെന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എല്ലാ തവണയും നിങ്ങളോട് നിൽക്കുകയും ചെയ്യാം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയ്യോ അപ്പോൾ ഞാൻ വീക്കല്ല, എനിക്ക് നിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ് ആണെങ്കിൽ അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഭയങ്കര വീക്കാണ്, അപ്പം നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ശിവായും മൊത്തത്തിൽ അവനെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്നെ ശിവായും ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ സമ്മേഷമൊക്കെ കൊടുക്കുന്നുണ്ട്. ഹുവായോങ് ആ ടൈമിന് എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല, ഫാമിലി ഇല്ല, ഫ്രണ്ട്സും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഷെന്നും ചാങ്ങും ഒക്കെ നിൻ്റെ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന്
അവരെൻ്റെ ഫ്രണ്ട്സ് ഒന്നല്ല, അത് ജസ്റ്റ് ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് മാത്രമേ ഉള്ളൂ. അവരല്ലാതെ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളൊന്ന് കിസ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആട്ടേന് ഷുവായി പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ വിഷമിച്ച പോലെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഷുവായി തന്നെ ഹുവായോങ്ങിനെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഗാവോയിനെയാണ്. ഗാവോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവൻ എപ്പോഴും മീറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു ഡോക്ടറിനെ കാണാൻ തന്നെയാണ് ഇപ്പോഴും വന്നേക്കുന്നത്. ഗാവോ പ്രഗ്നൻ്റ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞ ടൈമിന് കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആൺകൊച്ച് പ്രഗ്നൻ്റ് ആവുമെന്നൊക്കെ. ഇതിപ്പോൾ ഒമേഗ വേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഒമേഗ ആയിട്ടുള്ള ആണായാലും പെണ്ണായാലും അവർക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഗാവോ ഇതിൻ്റെ അകത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഗാവോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് അവൻ്റെ പ്രഗ്നൻസിയുടെ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ഗാവോയ്ക്ക് ഫെറോമോൺ ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ആക്ച്വലി ഇത് ഭയങ്കര റിസ്ക് ആണ്, നീയാണെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. പിന്നെ നിന്നെ പ്രഗ്നൻ്റ് ആക്കിയ ആൽഫ പോലും നിൻ്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഗാവോ ആണെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാൻ തയ്യാറാണ്, വേറെ വഴിയൊന്നുമില്ല, എനിക്ക് കുഞ്ഞിനെ വേണം, എനിക്കിനെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഇവൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടെന്നും കുഞ്ഞിലെ തൊട്ട് ഇവൻ അറിയാമെന്നും. അതുകൊണ്ട് തന്നെ ഷെന്നിനെ പറ്റിയും അറിയാം, ഷെന്ന് കാരണമാണ് ഇവന് പ്രഗ്നൻ്റ് ആയി ഇരിക്കുന്നതെന്നും ഒക്കെ തന്നെ ഡോക്ടറിന് അറിയാം. അപ്പോൾ ഷെന്നിന് ഈ ഒമേഗാസിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഡോക്ടറിന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അവൻ ഒമേഗാസിനെ ഇഷ്ടമല്ല, എന്നിട്ടാണോ അവൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്, അവനെ വെറുതെ വിടരുത്, അവനൊരു വൃത്തിയിട്ടവനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗാവോ ആണെങ്കിൽ അവൻ്റെ തെറ്റൊന്നുമില്ല, ഇതെൻ്റെ ഫോൾട്ട് തന്നെയാണ്, പിന്നെ എനിക്ക് ഈ ഫെറോമോൺ ഡിസോർഡർ വന്നതും ഞാൻ കാരണം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ പക്ഷെ നിനക്ക് ഈ കുഞ്ഞിനെ വെച്ചേക്കുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണെന്ന് പറയുമ്പോൾ വേറെ ഒരു വഴിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നീയാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിയുന്നവരെ നീയാണെങ്കിൽ ആ ഇൻഹിബിറ്റർ പാച്ചോ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രശ്നമാകുമെന്ന് പറയുന്നുണ്ട്. അവനപ്പോൾ ഇൻഹിബിറ്റർ പാച്ച് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഫെറോമോൺസ് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള സ്പ്രേ ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് വലിയ സൈഡ് എഫക്റ്റ് ഇല്ല, എന്നാലും അത് യൂസ് ചെയ്തിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അടുത്ത ദിവസം ഷെന്നാണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിന് ഇപ്പോൾ ഗാവോ അവൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു പൊസിഷൻ മാറിയതുകൊണ്ട് തന്നെ വേറെ പെൺകുട്ടിയാണ് നിൽക്കുന്നത് അസിസ്റ്റൻ്റ് പൊസിഷനിൽ. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവർ കുടിക്കാനായിട്ട് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടി കൊണ്ട് കൊടുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ഗാവോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവന് നല്ല ഇഷ്ടമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് അതിൻ്റെ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ ഗാവോ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാം പറഞ്ഞു തന്നതാണ്, ഞാൻ ഒന്നുകൂടെ നേരെ നോക്കി പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ ഗാവോനെ വിളിക്കണോ, അയാൾ താഴത്തെ ഫ്ലോറിൽ നിൽപ്പുണ്ട്, വേണമെങ്കിൽ വിളിച്ചിട്ട് ഒരു ചായ റെഡിയാക്കി തരാൻ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട, അവയില്ലെങ്കിലും നീ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ, നീ ഇതൊക്കെ പഠിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ടൈമിന് ഷെന്നാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഗാവോ ആണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള നേരമാവുന്നുണ്ട്, ഞാനിപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവനെ മീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പുറത്ത് നിന്നാലും അവനെ കാണാൻ പറ്റുമല്ലോ, എങ്ങനെയെങ്കിലും അവനെ മീറ്റ് ചെയ്യണം എന്നൊരു ചിന്തയിലിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റ് ഗാവോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഗാവോ ഇപ്പോൾ അവൻ്റെ വർക്കെല്ലാം വിട്ടിട്ട് ഇവിടുന്ന് പോകാനായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഷെന്നിൻ്റെ കുറേ മീറ്റിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ അവൻ അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഗാവോ വന്നിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫയൽസ് എല്ലാം ഒരുവിധം സെറ്റാണ്, ഉടനെ തന്നെ ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കേണ്ടവരെ കയ്യിൽ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്, വേറൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഗാവോ പോകാനേ തുടങ്ങാണ്. എന്നാൽ ഷെന്നാണെങ്കിൽ ഗാവോനെ വീണ്ടും വിളിച്ചിട്ട് നിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ ചേച്ചിക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ ചേച്ചിയുടെ മെഡിക്കൽ ആ ഒരു സർജറിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല പൈസ ആണല്ലോ, അതെല്ലാം ഞാൻ പറ്റുന്ന പോലെ തന്നെ തിരിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ഷെന്നപ്പോൾ അയ്യോ ഞാൻ അത് ഉദ്ദേശിച്ചല്ല ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവനടുത്ത് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹുവായോങ് ഇപ്പോൾ ഷുവായിൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അവനിപ്പോൾ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹുവായിന് ഉച്ചയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളൊരു ഫയൽ അതാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന ആ ഒരു പയ്യൻ വന്നിട്ട് ഹുവായോങ്ങിൻ്റെ കൈ കൊടുത്തിട്ട് ഇത് ഷുവായിൻ്റെ കൈ കൊടുത്താൽ മതി, ഷുവായി ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഷുവായിനെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ ഇനി ഒരിക്കലും കള്ളം പറയരുത്, നിങ്ങൾക്ക് സിൻസിയറായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പൊന്നുപോലെ നോക്കണം, ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞുകൊണ്ടേ തന്നെ ഈ കമ്പനിയിലൊന്ന് ജോയിൻ ചെയ്തതാണ്, ഇത്രയും കാലമായിട്ടും ഷുവായി ഒരാളെ പോലും ഇത്രയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നല്ലോണം നോക്കിക്കോണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഞാൻ നോക്കിക്കോളാമെന്ന് ഹുവായോങ് പറയുന്നുണ്ട്. അതേസമയം ഷുവായി ആണെങ്കിൽ ഓഫീസിൽ തന്നെ അവനൊരു റൂമുണ്ട്, അതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ അവിടെ കിടന്നിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അവൻ ഉറക്കം എണീക്കുമ്പോഴത്തേക്കും ഹുവായോങ് തൊട്ടടുത്തിരിക്കുന്ന ഇങ്ങനെ കാണുന്നുണ്ട്. ഹുവായുവിനാണെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, കാരണം അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറഗുലർ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അതെനിക്ക് പോകാനായിട്ട് ടൈം കിട്ടിയില്ല, ഇത്തവണ പോകണമെന്നുണ്ടെന്നൊക്കെ ഹുവായോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രണ്ടുപേരും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഇടയ്ക്ക് നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇൻറ്റിമേറ്റ് ആയോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ്ങും ഷുവായും ഇൻറ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് പെർമനൻ്റ്ലി ഷുവായോങ് മാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഹുവായോങ് ആ ഇൻറ്റിമേറ്റ് ആയി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഡോക്ടർ അതാണ് നിങ്ങളുടെ ആ ഒരു ഇറഗുലർ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന എല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ആ ഒരു ഒമേഗയാണെങ്കിൽ നിങ്ങളോട് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്, ആ ഒരു ഒമേഗയുടെ ഫെറോമോൺസ്
നിങ്ങളുടെ ഹെൽത്തിന് ഓക്കെ ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒമേഗയുമായിട്ട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആകുന്നത് പാർട്ണറായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ആക്ച്വലി പക്ഷേ നമ്മുടെ ഹുവായോങ് ആണ്. പക്ഷേ ഹുവായോങ് ഒരു എനിഗ്മയാണെന്നുള്ള കാര്യം ഈ ഒരു ഡോക്ടറിന് അറിയത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു ഒമേഗ എന്നിങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നൊരു ഹുവായോങ്, നിങ്ങൾ എൻ്റെ ചെക്കൻ്റെ അടുത്ത് വേറെ ഒമേഗയുമായിട്ട് പോയി ഇൻറ്റിമേറ്റ് ആകാനാണോ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.